ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് അല്ലെങ്കിൽ ഡിന്നർ സമയത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ദോശയുടെ ഒക്കെ കൂടെ എപ്പോഴും നമ്മൾ ചട്നി സാമ്പാറൊക്കെ പോലെ ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഒരു മുട്ടക്കറി എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ. എപ്പോഴെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്, എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ടും പറ്റും. അപ്പോൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത്തിരി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങ് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള നല്ല പൊടിയായിട്ട് തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്, അതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഇതുപോലെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം മാത്രം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി ഗരം മസാലപ്പൊടി ആയാലും മതിയാകും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പച്ചമണമൊക്കെ മാറുന്ന വരെ നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് മീഡിയം സൈസിൽ വരുന്ന ഒരു തക്കാളിയും അതുപോലെ തന്നെ ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ട് വഴറ്റിയിട്ട് ഇതുപോലെ വെന്ത് ഉടഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1 to 1.5 കപ്പ് വരെ ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം എന്ന് വെച്ചാൽ നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിന്, അതായത് നമ്മൾ മുട്ടതിലേക്ക് ചേർത്തിട്ട് മിക്സ് ആക്കുന്ന സമയത്ത് എന്തായാലും ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പം ഈ ഒരു വെള്ളം ചേർത്തിട്ട് 1-2 മിനിറ്റ് ചെറിയ തീയിൽ നല്ലോണം തിളച്ചോട്ടെ. അടുത്തതിന് ഇതിലേക്കൊരു 3 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പൊട്ടിച്ചിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്, മിക്സ് ആക്കി എടുക്കുകയല്ല, ജസ്റ്റ് ഇതുപോലെ ഓരോ മുട്ട അങ്ങ് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു മുട്ടയുടെ മേലെ കൂടെ കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രേവിക്ക് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് കൂടുതൽ എടുക്കുക. ഇനി ഇത് ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പം ഇടയ്ക്ക് ഒന്നങ്ങ് ഉടച്ചിട്ട് കൊടുക്കുക, ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കി എടുക്കണ്ട, എന്നാലും ഈ ഒരു രീതിയിലൊന്നങ്ങ് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് മാത്രം തേങ്ങാപ്പാലൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസായിട്ടൊന്നും വേണ്ട. ഇനിയിപ്പോൾ തീരെ തേങ്ങാപ്പാൽ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവറിലുള്ള കറി മാത്രമായിട്ട് കിട്ടിക്കോളും. ഇതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇതിലേക്ക് ഒരു ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടോ. ഇപ്പോൾ തന്നെ നോക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ലൂസായിരിക്കും, പക്ഷേ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും കറി ഒരു ഇത്തിരി കൂടെ കുറുകിയിട്ട് സെറ്റായിട്ടുണ്ടാവും. ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറി തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ദോശയുടെ കൂടെയാണ്. നമ്മളെപ്പോഴും ഉഴുന്ന് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതലും സാമ്പാർ അല്ലെങ്കിൽ ചമ്മന്തി, ചട്നി കാര്യങ്ങളൊക്കെയാണല്ലോ. പക്ഷേ ഇതിൻ്റെ കൂടെ ഈ ഒരു മുട്ടക്കറി വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടെ വരുന്ന സമയത്ത് അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ചുകൂടെയൊക്കെ ഭംഗിയിലൊക്കെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മല്ലിയിലൊക്കെ മേലെ കൂടെയൊക്കെ ഇട്ടിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്